കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയോസ് സെൻട്രൽ സ്കൂളിൽ ശിശുദിനത്തോടനുബന്ധിച്ച് കറ്റാനം സെന്റ് തോമസ് മിഷൻ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശാന്തിഗിരി ആശ്രമത്തിലെ ജനറൽ സെക്രട്ടറി സ്വാമി ഗുരു രത്നജ്ഞാന തപസി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയോസ് സെൻട്രൽ സ്കൂളിൽ ശിശുദിനത്തോടനുബന്ധിച്ചാണ് കറ്റാനം സെന്റ് തോമസ് മിഷൻ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ശാന്തിഗിരി ആശ്രമത്തിലെ ജനറൽ സെക്രട്ടറി സ്വാമി ഗുരു രത്നജ്ഞാന തപസി ക്യാമ്പിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഇതുപോലെ നല്ല സ്കൂളുകളിൽ വിദ്യാഭ്യാസം ചെയ്യുവാൻ, നമുക്ക് ജീവിക്കുവാനൊക്കെ അടിത്തറയിട്ട ഒരു മഹാന്റെ ഓർമ്മകൾ ഇവിടെ പുതുക്കുകയാണ്. ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു വാക്കാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്. നിങ്ങളെല്ലാവരും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ചിന്തിക്കുക, അതിൻ്റെ ഒപ്പം സഞ്ചരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു മരത്തിന്റെ മുകളിലെങ്കിലും എത്തിച്ചേരുവാൻ സാധിക്കും. കരുനാഗപ്പള്ളി MLA CR മഹേഷ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. 100% നീതി പുലർത്തുന്ന, ആത്മീയതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, മനസ്സും ശരീരവും ലെവലേശം പോലും കാപട്യവും കള്ളത്തരവും ഇല്ലാത്ത ഒരു മനുഷ്യനാണ്, ഒരു ആത്മീയ ആചാര്യനാണ് നമ്മുടെ ഗുരുരത്നം സ്വാമികൾ എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നു. ഗ്രിഗോറിയൻ സോഷ്യൽ മീഡിയ ക്ലബിന്റെയും ഗ്രിഗോറിയൻ ന്യൂസ് പേപ്പറിന്റെയും സമാരംഭം ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി നിർവഹിച്ചു. സെന്റ് തോമസ് മിഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ജേക്കബ് ജോർജ് പ്രചോദന സന്ദേശം നൽകി. സ്കൂൾ സ്ഥാപക ചെയർമാൻ D. ജോർജ് കാട്ടൂത്തറയിൽ അധ്യക്ഷ പ്രസംഗം നടത്തി. ഡയറക്ടർ ജിജോ ജോർജ് നൂതന പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചു. ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ അനൂപ് കൃഷ്ണ, സെന്റ് തോമസ് മിഷൻ ഹോസ്പിറ്റൽ PRO ജെയ്സൺ ജെയിംസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഫിസിഷ്യൻ ഡോക്ടർ റിയാസ് സാറ തോമസ്, നേത്രരോഗ വിദഗ്ധ ഡോക്ടർ ശ്രീലക്ഷ്മി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മലയാളം വിഭാഗം മേധാവി സഞ്ജു SR സ്വാഗതവും അധ്യാപിക ടിങ്കിയാർ നന്ദിയും രേഖപ്പെടുത്തി. പ്രിൻസിപ്പൽ പുഷ്പലത MS, വൈസ് പ്രിൻസിപ്പൽ പ്രദീപ് ജയപ്രകാശ്, അസിസ്റ്റന്റ് വൈസ് പ്രിൻസിപ്പൽ ജയശ്രീ S, നഴ്സറി പ്രിൻസിപ്പൽ ഡയാന സിൽവസ്റ്റർ, PTA പ്രസിഡന്റ് ഹഷിം M, PTA വൈസ് പ്രസിഡന്റ് സൊജ KS തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.